ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിശകലനത്തിലേക്ക് ഞങ്ങൾ ഇന്ന് കിടക്കുകയാണ്. കേരളം ഒട്ടാകെ ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ വിഷയമാണ്. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വിഷയമാണ്, മനഃശാസ്ത്രപരമായ ഒരു വിഷയം. തെരഞ്ഞെടുപ്പിൽ മനഃശാസ്ത്രപരമായ വിഷയം വരുന്നത് വളരെ അപൂർവമാണ്. അത് ഇപ്പോൾ പല കോണുകളിലും കേരളം ഒട്ടാകെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ്. പല ആളുകളുടെയും പറയുമ്പോഴത്തേക്ക് അവർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ വളരെ രസകരമാണ്, മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. പല നേതാക്കളോടും ഞങ്ങൾ സംസാരിച്ചു. അവരെല്ലാം രഹസ്യമായിട്ട് പരസ്യമായി പറയാൻ തയ്യാറല്ലെങ്കിൽ രഹസ്യമായി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പെനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. അതായത് ഈ മിക്കവാറും ഇടതുപക്ഷ മുന്നണി നിർത്തിയിരിക്കുന്ന MLA-മാര് അവര് പ്രായം നോക്കാതെ, തവണകൾ നോക്കാതെ, ആ ക്രൈറ്റീരിയ എല്ലാം ലംഘിച്ചുകൊണ്ട്, അതായത് നമ്മുടെ മറ്റേ ഈ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഈ 2 തവണ എന്നുള്ള ക്രൈറ്റീരിയൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് എല്ലാവരെയും നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം MLA-മാരെല്ലാം പോപ്പുലറാണ്. അവര് ജനങ്ങളുടെ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. അവരെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വോട്ടർമാരെല്ലാം വോട്ടർമാർക്ക് സ്വീകാര്യരാണ്. ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എല്ലാം. പക്ഷെ വോട്ടർമാരെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? വോട്ടർമാര് MLA-മാര് കൊള്ളാം, പക്ഷെ ഭരണം മാറണം എന്നുള്ളത്. ഭരണം മോശമായതുകൊണ്ടല്ല, ഭരണം മാറണം. അതിന്റെ പിന്നിലാണ് 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, എന്താണ്, 25 വയസ്സുള്ള, ഇപ്പൊ 25 വയസ്സുള്ള ഒരു വോട്ടർ 18 വയസ്സിൽ വോട്ട് ആരംഭിക്കുന്നു നമുക്കറിയാം. 25 വയസ്സുള്ള ഒരു ആളിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒരു 15 വയസ്സെങ്കിലും ആവണം. 15 വയസ്സ് കഴിഞ്ഞ ഒരു പ്ലസ് ടു ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്നില്ല. കോളേജിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്നതും ഇലക്ഷനിൽ മറ്റു കാര്യങ്ങൾ വരികയും രാഷ്ട്രീയ ബോധം ശരിക്കും തുടങ്ങുന്നത്. നമുക്കെല്ലാം അങ്ങനെയാണ്. പണ്ടൊക്കെ പ്രീ ഡിഗ്രി കാലത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു, ഇപ്പം അങ്ങനെ അല്ല. എന്നാലും ഒരു 25 വയസ്സുള്ള ഒരാൾക്ക് കഴിഞ്ഞ അവസാനത്തെ UDF ഗവൺമെന്റ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറിച്ച് അറിയണമെങ്കിൽ നേരിട്ടുള്ള ഒരു അറിവില്ല. അപ്പം ഇപ്പോഴൊരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നതിന്റെ പിന്നിൽ എന്താണ്? വളരെ ഒന്ന് മനഃശാസ്ത്രപരമായി മലയാളികളുടെ ഒരു കാര്യങ്ങളെ പരസ്പരം തട്ടിച്ചു നോക്കാനുള്ള ഒരു താല്പര്യം വളരെ പ്രധാനമാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ എന്തുകൊണ്ടാണ് 5 വർഷം ഇരിക്കെ ഭരണം മാറിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, 5 വർഷം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന പോരായ്മകളും പരിമിതികളും ആണ് അവരെ മറ്റൊരു മുന്നണിയിലേക്ക് ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ചിന്തിപ്പിക്കുമ്പോഴും എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 10-15 വർഷമായി NDA-ക്ക് അല്ലെങ്കിൽ BJP-ക്ക് ശക്തമായ തരത്തിലേക്ക് വളരാൻ കഴിയാഞ്ഞതെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ഭരണം നടത്തുമ്പോൾ ജനങ്ങൾക്കുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, പരിമിതികൾ, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള തൃപ്തികരമല്ലാത്ത സമീപനങ്ങൾ കൊണ്ട് അവർ മറ്റൊരു ഓപ്ഷനിലേക്ക്, മറന്നുപോയ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു പോകുന്ന രീതി ഉണ്ടായി. അതിന് വലിയ മാറ്റം ഈ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായി. അങ്ങനെ ഉണ്ടാകില്ല എന്നായിരുന്നു നമ്മൾ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അത് യഥാർത്ഥത്തിൽ മലയാളികളുടെ ജനാധിപത്യ വേറൊരു കാര്യമുണ്ട്. നേരത്തെ VS അച്യുതാനന്ദന്റെ ഭരണശേഷം VS അച്യുതാനന്ദന്റെ ഒരു തുടർഭരണം കിട്ടാതെ വെറും 3 സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. അത് ശരിയാണ്. അപ്പൊ ആ സീറ്റിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഒരു അടപടലെ അട്ടിമറിക്കുക എന്ന് പറയുന്ന ലൈൻ മാറി തുടങ്ങിയ ഒരു പീരീഡാണ് അത് VS-ന്റെ കാലത്തിന് ശേഷം. അതെ. പക്ഷെ അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു, സംഘടനാപരമായി ഈ കോൺഗ്രസിന് പൊതുവെ ദേശീയ തലത്തിൽ ഉണ്ടായ ഒരു ഇടർച്ച കേരളത്തിലും അറിഞ്ഞോ അറിയാതെയോ നമുക്കറിയാമല്ലോ. ഹെവി വെയിറ്റ് ലീഡേഴ്സിന് ഭാഗമായിട്ടാണല്ലോ BJP വളരുന്നത്. അതെ. അപ്പൊ അതൊരു പ്രധാന. അതെ. അപ്പോഴും പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പറയുമ്പോഴും ശ്രീ കരുണാകരന്റെ ഒക്കെ പ്രതാപം അവസാനിക്കുന്നു. AK ആന്റണി ഒരു കേന്ദ്രത്തിലെ ഒരു പ്രധാന നേതാവ് മാത്രമായി ചുരുക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇടർച്ചയിലും ശ്രീ ഉമ്മൻചാണ്ടിക്ക് മടങ്ങി വരാൻ കഴിഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, VS സർക്കാരിനേക്കാൾ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ഈ മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കും. ഏത് കാര്യത്തിലും, ജീവിത ശൈലിയിലെ അല്ലെ, അന്തരീക്ഷത്തിലെ മാറ്റം, സാഹചര്യങ്ങളുടെ മാറ്റം. മാറ്റം എന്ന് പറയുന്നത് ബേസിക്കലി മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, മാറ്റം. അത് മലയാളികൾ പൊതുവെ ഉൾക്കൊള്ളുന്നത്. അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ്. ഒന്ന്, MLA-മാരോടുള്ള സമീപനം, ജനപ്രതിനിധികളുള്ള സമീപനം പഴയതിൽ നിന്നും കുറച്ചുകൂടി ആരോഗ്യകരമായി മാറുന്നു. MLA-മാർക്ക് ജനങ്ങളോടും, ജനങ്ങൾക്ക് MLA-മാരോടും. കാര്യം, കൂടുതൽ നിർമ്മാണ മേഖല, അടിസ്ഥാന വികസനം, സ്കൂളുകളുടെ കാര്യങ്ങളിലൊക്കെ MLA-മാർ വളരെ ജനകീയമായി മാറിയിട്ടുണ്ട്. അത് കേവലം LDF-ലെ MLA-മാർ മാത്രമല്ല കേട്ടോ, ഭൂരിപക്ഷം UDF-ന്റെ MLA-മാർ പോലും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറച്ച് വോട്ട് നേടി വിജയിച്ച പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗിന്റെ MLA 38 വോട്ടിന് ജയിച്ചാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹത്തിന്റെ ജനകീയതയാണ്. ഇങ്ങനെ എല്ലാവരും, അപ്പം LDF മാത്രമല്ല. ഈ ജനകീയത എന്ന് പറയുന്ന ഒരു വസ്തുത ഉള്ളപ്പം തന്നെ മാറ്റവും, ജനകീയതയും മാറ്റവും, അല്ലെങ്കിൽ
ഒരാളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ മാറ്റം ആഗ്രഹിക്കുകയും മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതെന്താ ഒരു വൈരുദ്ധ്യം? അതെ, അത് വളരെ വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്സിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ഒരു പ്രാദേശികമായ എന്റെ വ്യക്തിപരമായ ബോധവും, എന്നാൽ എന്റെ സാമൂഹികമായ ഒരു സ്വപ്നവും വ്യക്തിപരമായ വാസ്തവത്തിൽ ഇത് തമ്മിലുള്ള സംഘർഷമാണ്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തമ്മിലുള്ള സംഘർഷം മൊറോർലെസ് പല സ്ഥലത്തും എന്താണ് ഏറെയും കുറഞ്ഞും വരികയും അതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് നമ്മളെന്നല്ലേ പ്രായം എന്നൊരു സാധനം ഉണ്ടല്ലോ, പ്രായം. ഇപ്പൊ ജെൻസി ബാച്ച് എന്ന് പറയുന്ന ജെൻസി ബാച്ചിന് ഇപ്പൊ 26-28 വയസ്സാണ്, 28-29 വയസ്സാണ് ജെൻസി ബാച്ച് എന്ന് പറയുന്നത്. അവര് എങ്ങനെ ചിന്തിക്കും എന്നുള്ളതിന് അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം അവർ മാറ്റത്തിനോടൊപ്പം നിൽക്കുന്നവരായതുകൊണ്ട് പുതിയ ചില മുഖങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചാലും അവരെ കുറ്റം പറയാൻ കഴിയില്ല.